ഇന്ന് നമുക്ക് ചെറിയ മഞ്ഞ കളറോട് കൂടിയ വെളുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. എൻ്റെ അച്ചാർ ബിസിനസ്സിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. 1 കിലോ നല്ല പഴുത്ത നാരങ്ങയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതാദ്യം പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം കഴുകി വേണം ആവിയിൽ വേവിച്ചെടുക്കാൻ. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്താൽ മാത്രം മതി. ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ. വേവിച്ചെടുത്ത നാരങ്ങ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ ചൂടാറിയാൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിന് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓരോ നാരങ്ങയുടെയും വലിപ്പത്തിനനുസരിച്ച് 6 8 കഷ്ണമാക്കി കട്ട് ചെയ്തെടുക്കും. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാർ ബിസിനസ്സായി ചെയ്യുമ്പോൾ ഇതുപോലെ കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 1 മുതൽ 2 വർഷം വരെ കേടുകൂടാതെ വെക്കാൻ പറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മിക്സ് ആക്കി എടുത്ത് ഉണ്ടാക്കുന്നത്. കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിയിൽ കല്ലുപ്പ് നിരത്തിയിട്ട് കൊടുത്ത് മുകളിൽ കുറച്ച് നാരങ്ങ ഇട്ട് വീണ്ടും കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉണ്ടാക്കിയാൽ മതി. വേവിച്ചെടുത്ത നാരങ്ങ മുറിക്കുന്ന സമയത്തോ ഉപ്പിട്ട് വെക്കുന്ന സമയത്തോ പച്ചവെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കടായിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചൂടായി ഒരു നല്ലെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാൻ. ഇതിനു വേണ്ടി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയുമാണിത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 50 ഗ്രാം കാന്താരി മുളകാണ്. ഇതും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് ഈ ഒരു അച്ചാറിന് നല്ല രുചി. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം പച്ചവെള്ളത്തിൽ കഴുകി എടുത്തത് കൊണ്ട് തന്നെ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കുകയോ ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. 3/4 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഉപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കും. ഇനി മധുരത്തിന് വേണ്ടി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയിൽ വിനാഗിരി ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അച്ചാർ ബിസിനസ്സായൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ്. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ 3/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ടാക്കി 7 ദിവസം കഴിഞ്ഞ് വേണം എടുക്കാൻ. അങ്ങനെയാകുമ്പോൾ കാന്താരി മുളകിൻ്റെ എരിവും മധുരവും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു അടിപൊളി അച്ചാറായിരിക്കും ഇത്. ഉപ്പ് നോക്കി 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സംശയമാണ് ഹോം മെയ്ഡ് അച്ചാർ എങ്ങനെ കേടുകൂടാതെ വെക്കാൻ പറ്റുമെന്നത്. നല്ലെണ്ണയും വിനാഗിരിയുമാണ് അച്ചാർ കേടുകൂടാതെ വെക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനാഗിരി നല്ലോണം ചൂടാറിയതിനു ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ഉണ്ടാക്കി പേക്ക് ചെയ്യുന്ന സമയം വരെയും പച്ചവെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.